ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ പി കലാധരനാണ്. CMFRയിൽ നിന്നും വിരമിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. അദ്ദേഹം നല്ലൊരു ശ്രോതാവാണ്. അപ്പോൾ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന അദ്ദേഹത്തോട് CMFRയിലെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും റേഡിയോയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചറിയാം. ഡോക്ടർ എന്നാണ് CMFRയിൽ ചേരുന്നത്? ഞാൻ ജോയിൻ ചെയ്യുന്നത് 1985 ജനുവരി 25 കൃത്യമായിട്ട് ആ ഡേറ്റ് ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ചേരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീഡിയർ ഇല്ലേ? ഇപ്പൊ എന്ത് കഴിഞ്ഞിട്ടായിരുന്നു അവിടെ വന്നത്? ഞാൻ മധുരൈ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പൊ സ്വദേശം അരുമന എന്ന് പറയും എൻ്റെ സ്വന്തം നാട്. അതെവിടെയാണ്? കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. കുഴിത്തറ കഴിഞ്ഞ ഉടനെ പാറശാല കഴിഞ്ഞ് ഇപ്പൊ തമിഴ്നാട്ടിലാണ്. അത് നേരത്തെ അത് കേരളത്തിനോടായിരുന്നു. 56 തമിഴ്നാടിനോട് ചേർന്നത്. അപ്പോൾ അവിടെ മധുര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc എടുത്തിട്ട് MSc ബോട്ടണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. PhDക്ക് സീറ്റുണ്ട്, അതിന് അപ്ലൈ ചെയ്യാനൊക്കെ കൊണ്ടിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂഡൽഹിയുടെ അവരുടെ ഒരു ഫെലോഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ അപ്ലൈ ചെയ്ത് ഒരു എൻട്രൻസ് ഒക്കെ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് അന്നത്തെ കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ PG സെൻ്റർ ആയിരുന്നു. തിരുച്ചിയിലായിരുന്നു, കൃഷ്ണപ്പള്ളി. അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ചേച്ചി ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു തന്നു. ഇങ്ങനെ പത്രത്തിൽ CPCRI സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്, അവിടെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അതായത് റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ അവസരം കിട്ടി. അന്ന് വൈറ്റ് പേപ്പറിൽ അപ്ലൈ ചെയ്യുക, വേറെ പോസ്റ്റ് ഓർഡർ ഒന്നും വേണ്ട, ഒരു ബയോഡേറ്റ തയ്യാറാക്കി അയച്ചാൽ മതി. അങ്ങനെ വീണ്ടും അവധി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് റിസർച്ചിന് ലാബിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു ലെറ്റർ കിട്ടി. ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്, അതിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് കാസർഗോഡൊക്കെ പോയി കാണുന്നത്. ഒരു ഓണക്കാലത്ത്, അന്ന് ചതയം ആയിരുന്നു ഞാൻ ചെന്ന ദിവസം. അതിനു മുമ്പേ ഒരു MSc കഴിഞ്ഞതിന് ഉടനെ തന്നെ ഞാൻ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ തിരൂർ വന്നിരുന്നു ആദ്യമായിട്ട്. അപ്പോൾ പോസ്റ്റൽ അസിസ്റ്റൻ്റായിട്ട് കിട്ടാനെ കൊണ്ട് സാധ്യതയുണ്ട്. SSLCയുടെ മാർക്കും പിന്നെ ഒരു ഡിഗ്രിക്ക് 10% ബോണസ് മാർക്കുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ള ഉദ്ദേശത്തായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് മലബാറിലോട്ട് വരുന്നത് തിരൂരിലേക്കാണ്. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ. പിന്നെ അടുത്ത് വരുന്നത് ഈ ഓണക്കാലത്ത് ഇൻ്റർവ്യൂവിനാണ്. അതൊരു നല്ല അനുഭവമായിരുന്നു. CPCR എന്നൊരു റിസർച്ച് സ്ഥാപനം. അപ്പം ഞാൻ PhD ചെയ്തുകൊണ്ട് കാരണം എനിക്ക് അവിടുത്തെ ഇൻ്റർവ്യൂ നല്ല പെർഫോം ചെയ്യാൻ പറ്റി. അപ്പം തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. അതൊക്കെ വലിയ സന്തോഷമുള്ള ഇതായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ PhD വേണ്ടെന്ന് വെച്ചില്ല, കണ്ടിന്യൂ ചെയ്തു. പാർട്ട് ടൈം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ രോഹിണി അയ്യർ, നമ്മുടെ പാട്ടുകാരി ചിത്രയുടെ അമ്മ, അവർ എന്നെ ഹെൽപ്പ് ചെയ്തു. അവരൊരു PG കമ്മിറ്റിയിലൊക്കെ ഉണ്ടാക്കി. എനിക്കത് പാർട്ട് ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് ശരിക്കും എന്നെ ഒരു അക്കാഡമിക്ക് ഇതിൽ PhD സമയത്തിന് എടുക്കാൻ പറ്റി. അങ്ങനെ 1989 എനിക്ക് PhD കിട്ടി. അപ്പോൾ ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് മാറി പുതിയ ജോലി കിട്ടി. എൻ്റെ ഉദ്ദേശം പെട്ടെന്നൊരു ജോലി. ഇപ്പോൾ പത്രവും റേഡിയോയും എന്നെ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. തൊഴിൽ വാർത്തകളൊക്കെ കേൾക്കും. അങ്ങനെ നിരന്തരം അപ്ലൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഒരു റിസർച്ച് അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ARS എഴുതി. അഗ്രികൾച്ചർ റിസർച്ച് സർവീസ് എന്നൊരു കമ്പറ്റീറ്റീവ് എക്സാം ഉണ്ട്. അത് നടത്തുന്നത് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്, ASRB എന്ന് പറയും. അതിൽ ഒരു റിട്ടേൺ ടെസ്റ്റും ഉണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാസർഗോഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതും ഒരു നല്ല ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു, എന്നെ സെലക്ട് ചെയ്തതായിട്ട്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, അത് കിട്ടുന്ന വലിയൊരു സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു റിസർച്ച് അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ആകുമെന്ന് വെച്ചാൽ ആ ഒരു ഗ്രേഡാണ്, ഡിഫറെൻറ്റ് ഗ്രേഡാണ്. ഇത് ക്ലാസ്
3 പോസ്റ്റാണ് ഞാൻ ആദ്യം അവിടെ ഇരുന്നത്. പിന്നെ അത് ക്ലാസ് 1 പോസ്റ്റായിട്ടായി. അതൊരു നല്ലൊരു എൻ്റെ ജീവിതത്തിലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു പറയാം. അപ്പൊ അങ്ങനെയാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് അല്ലേ? അതെ. അപ്പൊ ഈ CMFRയിലേക്ക് വരുന്നത് എന്നായിരുന്നു? 1985 ജനുവരിയിൽ അവിടെ നിന്ന് റിലീവ് ചെയ്ത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. കാസർഗോഡിൽ നിന്ന് തന്നെ CPCRൽ നിന്ന് റിലീവ് വാങ്ങിച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ജനുവരി 25 ജോയിൻ ചെയ്തു. എനിക്കറിയാം നെക്സ്റ്റ് ഡേ ലീവാണ് 26. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് 25 തന്നെ ജോയിൻ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് CMFRൽ ഔദ്യോഗിക ജീവിതത്തിൽ കുറെ ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകാറുണ്ട്. അത് പലയിടത്തും നമുക്ക് കുറേ സെൻറ്റേഴ്സ് ഉണ്ട് CMFRയിൽ. ലക്ഷദ്വീപിൽ മിനിക്കോ ഐലൻഡ് ഉണ്ട്, പിന്നെ വെറാവൽ ഗുജറാത്തിലെ, തമിഴ്നാട്ടിൽ മണ്ഡപമുണ്ട്. എല്ലാ മാരിടൈം സ്റ്റേറ്റ്സിൽ പല പോർട്ട് സിറ്റിയിലൊക്കെ നമ്മുടെ സെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ പോയിട്ട് അങ്ങനെ ഒരു 6-7 സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല അനുഭവമായിരിക്കും. അതെ നല്ലൊരു അനുഭവമാണ്. പിന്നെ റിസർച്ച് വെസലുണ്ട്, കപ്പലിൽ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരുമാതിരിയുള്ള പോർട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ഡോക്ടറേറ്റ് എടുത്തത് ഏത് വിഷയത്തിലായിരുന്നു? ഡോക്ടറേറ്റ് എടുത്തത് പ്ലാന്റ് ഫിസിയോളജിയാണ്. ക്ലോറോഫിൽ സിന്തസിസ് ആണ് എൻ്റെ സബ്ജക്ട്. ക്ലോറോഫിൽ ബയോസിന്തസിസ് ആയിരുന്നു എൻ്റെ സബ്ജക്ട്. അതായത് നമ്മുടെ ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസ് നടത്താനും അല്ലെങ്കിൽ ക്ലോറോഫിൽ സിന്തസിസ് ചെയ്യാനും ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ലൈറ്റ് ഇല്ലെങ്കിൽ അത് ക്ലോറോഫിൽ ആയിരിക്കില്ല, സൂര്യപ്രകാശം മസ്റ്റാണ്. പക്ഷെ അതേസമയം ഇലകളല്ലാതെ തന്നെ ഈ ചെറിയ ചെറിയ വിത്തിൻ്റെ ഉള്ളിലും, അതായത് പയർ പോലത്തെ നേരിയ പയർ മണികളിലും ഉണ്ട്. അതേസമയം അമ്പഴങ്ങ അല്ലെങ്കിൽ മാമ്പഴത്തിൻ്റെ കുരു, അതിനുവരെ ക്ലോറോഫിലുണ്ട്. ചില ചെടികൾക്ക് ഭ്രൂണം സ്റ്റേജിൽ തന്നെ അതിന് ക്ലോറോഫിൽ സിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേസമയം ഉഴുന്ന് വേറെ ചില ചെടികളിൽ അങ്ങനെ ക്ലോറോഫിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊരു പ്രതിഭാസം എന്നുള്ള നിലയ്ക്ക് അതിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് റിസർച്ച് ചെയ്യാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്പഴങ്ങ പോലുള്ള കുരുവിൻ്റെ ഉള്ളിൽ അതിലൊരു പെരിക്കാർപ്പുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു എൻഡോകാർപ്പുണ്ട്, പിന്നെ ഒരു ഫൈബ്രസ് ഒരു മീസോകാർപ്പുണ്ട്, ഇതെല്ലാം കടന്ന് ലൈറ്റ് എങ്ങനെ എത്തുന്നു എന്നുള്ള ത്വരയായിരുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അതിൻ്റെ ഫൈൻഡിങ്സ് ഞാൻ അവസാനം എനിക്കൊരു നല്ലൊരു തീസിസ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഡിഗ്രി അവാർഡ് ചെയ്തു, PhD അതിൽ. അപ്പോൾ എന്നോടിങ്ങനെ റേഡിയോ കേട്ടു തുടങ്ങിയത്? റേഡിയോ ചൈൽഡ്ഹുഡ്. എനിക്ക് 3 ചേച്ചിമാരുണ്ട്. എല്ലാവരും ഒരുമാതിരി വീട്ടിൽ റേഡിയോ ഇല്ല. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് റേഡിയോ കേൾക്കാനും പത്രം വായിക്കുന്നതൊക്കെ പുറത്തുനിന്നാണ്. ഏതെങ്കിലും സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഏതെങ്കിലും കടകളിൽ പത്രം ഉണ്ടാവും, അതൊക്കെ ഇരുന്ന് വായിക്കും. പിന്നെ വീടിൻ്റെ അടുത്തൊരു പഞ്ചായത്ത് ഓഫീസുണ്ട്, അവിടെ നിന്ന് റേഡിയോ സ്പീക്കറിലിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ പോയിട്ട് വരുമ്പം വരുന്ന വഴിയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അടുത്ത വീട്ടിൽ ഒരു കൃഷ്ണപിള്ള എന്നൊരു സാറുണ്ട്, അങ്ങനെയുടെ വീട്ടിൽ റേഡിയോ വെച്ചാൽ നമ്മുടെ വീട്ടിൽ അടുത്തൊക്കെ കേൾക്കും. അതിൻ്റെ ചേച്ചിയുടെ സാറായിരുന്നു. അങ്ങനെയുടെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു, വാൽവ് റേഡിയോ. പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വേറൊരു മാസ്റ്റർ താമസത്തിന് വന്നു. അങ്ങനെ വീട്ടിൽ ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 4-5 വീട്ടുകാരൊക്കെ ഈ ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കാൻ പോകും. അന്ന് വൈകുന്നേരങ്ങളിലാണ്, അത് ഒരു 8:30-9 മണി വരെ കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കാണും. പിന്നെ ഉച്ചനേരത്ത് ചലച്ചിത്ര ഗാനങ്ങൾ, ഗാനമഞ്ജരി, അതൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് കടവരാന്തയിലിരിക്കുമ്പോൾ ഈ റെഗുലറായിട്ട് ഉച്ചനേരത്തുള്ള എല്ലാ ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കും. പിന്നെ കൗതുക വാർത്തകളുണ്ട്, അതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ CMFRയിലേക്ക് എത്തി അല്ലേ? അതെ. അവിടെ അന്തരീക്ഷം അല്ലെങ്കിൽ ജോലിയൊക്കെ എങ്ങനെയായിരുന്നു? CMFRയിൽ വന്നപ്പോൾ എൻ്റെ ഡെസിഗ്നേഷൻ സയൻറ്റിസ്റ്റ് S1 എന്നായിരുന്നു. സയൻറ്റിസ്റ്റാണ്. ആ പോസ്റ്റിലാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ? സയൻറ്റിസ്റ്റ് S1. പിന്നെ അത് കുറേ പേ കമ്മീഷനൊക്കെ വന്നപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി സയൻറ്റിസ്റ്റ്, സീനിയർ സയൻറ്റിസ്റ്റ്, പ്രിൻസിപ്പൽസ്, അങ്ങനെ 3 ഗ്രേഡ് എനിക്ക് കിട്ടി. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്നത് സയൻറ്റിസ്റ്റ് S1 എന്നുള്ള പോസ്റ്റിലാണ്. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആണ് റിട്ടയർ ചെയ്തത്. അതൊരു ഹെഡ് ഓഫ് ഡിവിഷൻ, ഒരു പ്രൊഫസർ ഗ്രേഡാണ്. UGCയിലെ ഒരു പ്രൊഫസർ ഗ്രേഡാണ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് പോസ്റ്റ്. അപ്പോൾ അവിടെ CMFRയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ജോലി എന്തായിരുന്നു? ജോലി അതായത് ഞാൻ ബേസിക്കലി ബോട്ടണിയാണ്. അപ്പോൾ കടലിൽ CMFRയിലാണ് കിട്ടിയെന്ന്. അപ്പോൾ അവിടുത്തെ മാൻഡേറ്റ് വായിച്ച് നോക്കുമ്പോൾ അതെല്ലാം മെറൈൻ ഫിഷറീസ് ആണ്. അപ്പോൾ ഫിഷറീസ് എൻവിറോൺമെൻറ്റ് എന്നൊരു ഡിവിഷൻ ഉണ്ട്, ഫിഷറീസ് എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ഡിവിഷൻ. അപ്പോൾ ഫിഷറീസ് എൻവയോൺമെൻറ്റും ഫിഷറീസ് മാനേജ്മെൻറ്റാണ് അവരുടെ ഡിവിഷൻ. ആ മാൻഡേറ്റിൽ നമുക്ക് ധാരാളം ഏരിയ ഉണ്ട്. അതിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. കടലിലെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. അതായത് മത്സ്യങ്ങൾക്കും മത്സ്യങ്ങളല്ലാത്ത ഇൻവെർട്ടിബ്രേറ്റ്സിനൊക്കെ പ്രൈമറി ഫുഡ് കൊടുക്കുന്നത് പ്ലാന്റ്സ് ആണ്, സസ്യപ്ലവങ്ങൾ, അതായത് ഫൈറ്റോ പ്ലാങ്ക്ടൺ.
അപ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അസസ് ചെയ്യുന്നതാണ് എൻ്റെ ജോലി. എനിക്ക് PhD-യിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ക്ലോറോഫിൽ അനലൈസ് ചെയ്യാൻ ഉള്ള ഇതുള്ളത് കൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലോറോഫിൽ ക്വാണ്ടിഫൈ ചെയ്യുക നല്ലൊരു ജോലിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കടലിൽ പോകും. ഇവിടെ നമ്മുടെ ഓഫീസിൽ പോയിട്ട് സാമ്പിളൊക്കെ എടുക്കും. നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ജോലി. പിന്നെ അങ്ങനെ ഓരോ 3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് പ്രോജക്ട്സ് മാറ്റി എടുക്കാം, ഇഷ്ടമുള്ള പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. അതാണ് CMFRലെ ഒരു വിശേഷം. നമുക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് തിരഞ്ഞെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സീ ഗ്രാസസ് ഉണ്ട്, സീ ബീഡ് ഉണ്ട്, കടൽ പായൽ, അതിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫൈറ്റോ പ്ലാങ്ക്ടണിൽ വർക്ക് ചെയ്തിരുന്നു, അത് പ്രൊഡക്ടിവിറ്റി. പിന്നെ സീ ഗ്രാസ് ഉണ്ട്, കടൽ പുല്ല്, അവിടെയും പുഷ്പിക്കുന്ന സസ്യമുണ്ട് കടലിന് ഉള്ളിൽ, അടിയിൽ. അതിന് നല്ല തെളിഞ്ഞ വെള്ളം വേണമെന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കോസ്റ്റിലൊന്നും കടൽ പുല്ല് ഉണ്ടാകാറില്ല. നല്ല തെളിഞ്ഞ വെള്ളമുള്ള കടലിൽ അത് ഫോർ എക്സാമ്പിൾ റീഫിലൊക്കെ ഉണ്ടാവും, ലഗൂൺസിലൊക്കെ. ലക്ഷദ്വീപിലുണ്ട്, പിന്നെ നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിലെ ഗൾഫ് ഓഫ് മന്നാർ ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ സീ ഗ്രാസിലും മാംഗ്രൂവ്സിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് ഏറ്റവും നല്ല ഒരു അത്യാവശ്യമുള്ളത് ഈ സീ ഗ്രാസ് ഈക്കോസിസ്റ്റമാണ്. അതെ, അവരാണ് ഈക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സാണ്. അവരാണ് കടലിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിസൈഡ് ചെയ്യുന്ന കീ സ്പീഷീസാണ് സീ ഗ്രാസസ്. കടൽപ്പുല്ല്, അതെ, അത് പുഷ്പിക്കുന്ന വർഗത്തിൽപ്പെട്ട ചെടികൾ. ആൻജിയോസ്പമാണ്. അതിനെക്കുറിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. ഔദ്യോഗിക ജീവിതത്തിൽ ആ സമയത്തൊക്കെ റേഡിയോ കേൾക്കാൻ സമയം കിട്ടാറുണ്ട്. ഞാൻ സ്വന്തമായി ജോലി കിട്ടിയപ്പോൾ ആദ്യം വാങ്ങിച്ച ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം കിട്ടിയ ശമ്പളത്തിൽ വാങ്ങിച്ചത് ഒരു റേഡിയോയും ഒരു ടൈം പീസുമാണ്. അപ്പോൾ പിന്നെ ട്രാൻസ്ഫറായി എവിടെ ചെന്നാലും ഞാൻ റേഡിയോ കൊണ്ടുപോകും, ട്രാൻസിസ്റ്റർ കൊണ്ടുപോകും. ശരി. അപ്പോൾ സ്കൂളിങ് എല്ലാം ഇവിടെയായിരുന്നു അല്ലേ? കന്യാകുമാരി, തമിഴ്നാട്ടിലായിരുന്നു. അതെ, അരുമന ഗവൺമെന്റ് ഹൈസ്കൂൾ അരുമന. കോളേജിൽ മാർത്താണ്ഡം, ക്രിസ്ത്യൻ കോളേജ് മാർത്താണ്ഡം. ശരി. അവിടെ നിന്നാണ് പിന്നെ PGക്ക് മധുരയിൽ പോയി. മധുരയിൽ MSc കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ജോലി കിട്ടിയത് കാസർഗോഡ്. ശരി. അപ്പോൾ ഡോക്ടർ ഇതിന്റെ ഇടയിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതെ, അത് ഒരു ആത്മസഖിയാണ്. രണ്ടാമത്തെ ആത്മസഖിയാണ് എൻ്റെ സ്പൗസ് ഡോക്ടർ ഉഷ കിരൺ. റേഡിയോ ആണെന്നാണ് പറയണേ. അത് ആദ്യത്തേത്. അതെ, രണ്ടാമത്തെ ആത്മസഖി മൈ സോൾ കമ്പാനിയൻ ഉഷ കിരണാണ്. അവരും എന്നെപ്പോലെ ഒരു റിസർച്ച് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഒരുമിച്ചായിരുന്നു. ഒരേ ഡിവിഷനിലല്ല, പക്ഷേ വേറെ ഡിവിഷനിലായിരുന്നു. ഞാൻ സോയിൽസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, വൈഫ് വേറൊരു ഡിവിഷനിലായിരുന്നു, സെക്ഷനിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പോഴാണ് എനിക്ക് ARS കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് വിട്ട് വരാനും ഇഷ്ടമില്ല. അതേസമയം ഇതൊരു നല്ല പോസ്റ്റാണ്, ചാലഞ്ചിങ് പോസ്റ്റാണ്, ഒരു ക്ലാസ് 1 പോസ്റ്റാണ്. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഈ ജോലി വിട്ടിട്ട് എൻ്റെ ഓഫീസിൽ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ ബൈ ദ ടൈം ഷി വാസ് സെലക്ടഡ് ഫോർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി കിട്ടി. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച അവസാനം ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ പോസ്റ്റിംഗ് മേടിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു മെയ് മാസം ഇവിടെ സെറ്റിലായി എറണാകുളത്ത് 86-ൽ. സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇഷ്ടം തമിഴ് പാട്ടുകളാണ് കൂടുതൽ ചാൻസ് ഉള്ളത് കേൾക്കാനും. എന്നാലും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. കൂടുതൽ സിനിമ കാണാൻ കിട്ടിയത് തമിഴ് സിനിമകളാണ്. പഠിക്കുന്ന കാലത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നമ്മുടെ കോളേജിൽ മാസം തോറും എന്തെങ്കിലും അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയത്, പാടാനൊരു അവസരം കിട്ടിയത് അപ്പോഴാണ്. പുലയനാർ മണിയമ്മ എന്നുള്ള പാട്ട്. പാട്ടിനോട് ഒത്തിരി ഇഷ്ടമാണ്. അതെ, അങ്ങനെയാണ് ഞാൻ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് പാടിയത് പുലയനാർ മണിയമ്മ എന്നുള്ള മലയാളം സോങ്ങാണ്. കോളേജിൽ വെച്ച്. പിന്നെ ഒരു പ്രാവശ്യം എനിക്കൊരു തമിഴ് പാട്ട് പാടാൻ അവസരം കിട്ടി. അപൂർവ രാഗങ്ങൾ സിനിമയിലെ ഒരു തമിഴ് പാട്ട്. ബാലചന്ദ്രൻ്റെ ഒരു ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അപൂർവ രാഗങ്ങൾ, അതിലെ പാട്ട്. അങ്ങനെ കിട്ടുന്ന അവസരം ഞാൻ പാടാറുണ്ട്. ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട് ഞാനിപ്പം. ഒരു റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ ഒരു ടീച്ചറുടെ വീട്ടിൽ പാട്ട് പഠിക്കുന്നുണ്ട് ഇപ്പോൾ. ക്ലാസിക്കൽ. ശരി. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. എനിക്ക് 2 കുട്ടികളാണ്, മകളും മകനും. മകളുടെ പേര് രോഹിണി കലാധരൻ, മകൻ്റെ പേര് സിദ്ധാർത്ഥ് കലാധരൻ. രണ്ടുപേരും അടുത്തില്ല, 2 കൺട്രിയിലാണ് അവരൊക്കെ. ഒരാൾ മകൾ MTech കഴിഞ്ഞിട്ട് ഇവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരിൽ ഗവൺമെൻറ് കോളേജിൽ കുറച്ച് കൊല്ലം ഒരു ടെമ്പററി പോസ്റ്റിലുണ്ടായിരുന്നു, ഗസ്റ്റ് ലെക്ചറായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വിദേശത്താണ്. 2 കുട്ടികളുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻ. മകൻ മെഡിസിൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രിസ്ബനിലാണ്, ഓസ്ട്രേലിയയിലാണ്. അവനവിടെ സൈക്യാട്രി PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PG കംപ്ലീറ്റ് ആയി. റിട്ടയർമെന്റ് ആയിട്ട് എത്ര വർഷമായി? റിട്ടയർ ആയിട്ട് ഇത് 5ാമത്തെ വർഷം. 21-ൽ റിട്ടയർ ചെയ്തു.
അപ്പൊ അന്ന് മുതൽ എന്താ ചെയ്യുന്നത്? റിട്ടയർ ചെയ്തതിനു ശേഷം എനിക്ക് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചു റിട്ടയർ ചെയ്തിട്ട് ഒന്ന് ആസ്വദിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയിൽ ഒരുപാട് തിരക്കുണ്ടാവും. എപ്പോഴും ജോലിയിൽ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഡേറ്റ കളക്ഷൻ പോകണം, ഫീൽഡ് ഡ്യൂട്ടി ഉണ്ട്, ഓഫീസ് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ റിസർച്ചിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സിന് പബ്ലിഷ് ചെയ്യണം. അതൊരു നല്ലൊരു എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുള്ള ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ജേണലിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്, കൂടുതലുണ്ട്. അപ്പോൾ അതിനൊരു സ്കോർ കൂടുതൽ കിട്ടും. നമ്മുടെ പ്രൊമോഷന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. നല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു അപ്രീസിയേഷൻ കിട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്രീസിയേഷനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ സ്കോറിൽ റിസർച്ച് ഗേറ്റിലൊക്കെ നമ്മുടെ പേരുണ്ടാവും, സ്കോർ കിട്ടും നമുക്ക്. പിന്നെ ആ റീഡർഷിപ്പും നമ്മുടെ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മളെ ഓർഗനൈസ് കൊണ്ട് വേറെ മെനസ്ക്രിപ്റ്റ്സ് റിവ്യൂ ചെയ്യാനൊക്കെ അവർ പറയും. അങ്ങനെയൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. സിമ്പോസിയങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട് സിമ്പോസിയത്തിൽ പങ്കെടുക്കും. അങ്ങനെ വിദേശത്ത് പോകാൻ സാധ്യത കിട്ടിയിട്ടില്ല, പങ്കെടുക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വിദേശത്തുള്ള ഫോറിൻ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു അക്വാകൾച്ചർ എന്നൊരു ജേർണലുണ്ട്. പിന്നെ PhD സബ്ജക്റ്റിൽ എനിക്ക് പ്ലാന്റ് ഫിസിയോളജി ജേർണൽ, അമേരിക്കൻ ജേർണൽ ഓഫ് പ്ലാന്റ് ഫിസിയോളജിയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു നേട്ടം തന്നെയാണ്. അതിനൊക്കെ നല്ല ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്. ഇപ്പം റിട്ടയർമെന്റിന് ശേഷം അപ്പം ആഘോഷിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ആസ്വദിക്കാൻ എന്തൊക്കെയാ ചെയ്യണേ അത് പറയും. ശരിക്കും പറഞ്ഞാൽ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഭയങ്കര തിരക്ക്. അതായത് പ്രിസ്ക്രൈബ് ചട്ടക്കൂടില്ലാതെ ഒരു ടൈം ഫ്രെയിം ഇല്ല നമുക്ക്. മറ്റത് ജോലി ഉള്ള സമയത്ത് രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ ഓഫീസിൽ പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനും അങ്ങനെ ഉണ്ട്. പിന്നെ അവധി ദിവസങ്ങളിൽ കുറച്ച് റിലാക്സ് ചെയ്യാം. ഇപ്പം അങ്ങനെയല്ല, രാവിലെ തൊട്ട് ഉറങ്ങുന്നവരെ എന്തെങ്കിലും സംതിങ് എൻഗേജ്മെന്റ് ഉണ്ടാവും. രാവിലെ തൊട്ട് എനിക്ക് ഇഷ്ടം ഗാർഡനിങ് ആണ്. വീട്ടിലെ ചെടികളൊക്കെ നനയ്ക്കല്, പരിചരിക്കുക, അതൊക്കെയാണ് നല്ലൊരു ജോലി. പിന്നെ അത്യാവശ്യം വൈഫിനെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കുക്കിംഗ് എൻ്റെ ഒരു നല്ല ഹോബിയാണ്. അത് കഴിഞ്ഞാൽ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അതിനിടയ്ക്ക് പേപ്പറൊക്കെ വായിക്കണം. ക്രോസ് വേർഡ് പസിൽസ്, സുഡോക്കു, അങ്ങനെയുള്ള പസിൽസൊക്കെ ഒരുമാതിരി അറ്റൻഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കതിൽ റിസൾട്ടൊക്കെ കിട്ടുന്നത് നല്ലൊരു സന്തോഷമാണ്. പിന്നെ വൈകുന്നേരം ആയാൽ ചങ്ങമ്പുഴ പാർക്കിൽ പോകും, സീനിയർ സിറ്റിസൺ ഫോറം. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൈക്കോളജിയുടെ ഒരു കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സ് ഇപ്പോൾ ജോയിൻ ചെയ്തത് കഴിഞ്ഞ കൊല്ലം. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ പഠനം നിർത്തിയിട്ടില്ല. എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ അപ്പോഴാണ് ഓർക്കുന്നത് സൈക്കോളജിയൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്കും ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് വീട്ടിലെ ഹസ്ബൻഡ്, നമ്മൾ ഓരോ റോളിലും നമുക്കൊരു ഈഗോഗ്രാമുണ്ട്. അതനുസരിച്ച് നമുക്ക് കുറേ കോൺഫ്ലിക്ട്സ് ഒക്കെ ഒഴിവാക്കാം. നല്ല അൺപ്ലസൻറ്റ് സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റീഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നേട്ടം സൈക്കോളജി ഈ കോഴ്സ് കൊണ്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ പഠിക്കുന്നത് പോസ്റ്ററൽ ഓറിയന്റേഷൻ സെൻറ്റർ പാലാരിവട്ടത്താണ്. ശനിയാഴ്ചകളിലാണ് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമായിരുന്നു. അത് ഞാൻ BEd എടുത്തിരുന്നു. BEd പഠിക്കുന്നതിൽ ഒരു യൂണിറ്റ് ഉണ്ട്, ചൈൽഡ് സൈക്കോളജി. പക്ഷെ അതിനേക്കാളും ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻഡെപ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ്. ഇപ്പോൾ കൊച്ചി നിലയം വന്നത് മുതൽ നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ട് അല്ലേ? അതെ, കേൾക്കുന്നുണ്ട്. കൂടുതലും ശ്രദ്ധിക്കുന്നത് ഏത് പരിപാടികളെ? നമ്മുടെ FM സ്റ്റേഷനിലെ നിയമവേദി നല്ലൊരു പ്രോഗ്രാമാണ്. അതായത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. പിന്നെ കൺസ്യൂമേഴ്സ് റിഡ്രസൽ, അതിൽ ഈ കൺസ്യൂമേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ കംപ്ലൈൻറ്റ് റിഡ്രസൽ വളരെ അത്യാവശ്യമാണ്. അത് കേട്ടിരിക്കാനും നമുക്ക് വേറെ ഒരാളിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു കഥാപ്രസംഗം, യുവവാണി, പാട്ടിൻ്റെ നാട്ടുവഴി, ഇങ്ങനെ കുറേ പ്രോഗ്രാംസ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പോരാ. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേൾക്കാൻ, ഒരു ദിവസം മുഴുവനും നമ്മളെ എൻഗേജ് ചെയ്യിക്കാൻ നമ്മുടെ FM സ്റ്റേഷൻ പ്രാപ്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ഇന്ത്യ റേഡിയോയുമായിട്ടുള്ള ഒരു പരിചയം എനിക്ക് 2002 ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ ഓഫീസിൽ നിന്ന് സീമോ ഫാറെ തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം കടലേകം കനിവുകൾ, അതിൽ ഒരു ചാപ്റ്റർ എനിക്ക് പറയാനുണ്ടായിരുന്നു. ശ്രോതാക്കളുടെ അഭിപ്രായത്തിന് മറുപടി, അവരുടെ ചോദ്യത്തിന് മറുപടി, അങ്ങനെ 2 പ്രാവശ്യം ഞാൻ തൃശ്ശൂർ സ്റ്റേഷനിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊച്ചിൻ, അത് ഒരു സ്റ്റേഷൻ മാത്രം, കൊച്ചിൻ FM സ്റ്റേഷൻ മാത്രം വയ്ക്കാറുള്ളൂ. അതും എൻ്റെ സീറ്റ് അടുക്കളയിലാണ്. എന്നുവെച്ചാൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അടുക്കളയിലാണ് ഇത് റേഡിയോ വെച്ചിരിക്കുന്നത്. അപ്പോൾ TV നമുക്ക് അത്ര പ്രാധാന്യമല്ല. എന്തെങ്കിലും വിഷ്വൽസ് കാണണമെന്ന് തോന്നുമ്പോൾ മാത്രം പിന്നെ ന്യൂസ് വയ്ക്കുന്നുള്ളൂ. അല്ലാതെ ഫുൾ ടൈം റേഡിയോ ഉണ്ടാവും. അത് 2 പേർക്കും ഇഷ്ടമാണ്.
അപ്പോൾ അതിൽ രാവിലെ തൊട്ട് സാധിക്കും. അതിൽ എനിക്ക് അതിശയിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ് സോങ്സ് ഇവിടെ എയർ ചെയ്യുന്നുണ്ട് ഈ സ്റ്റേഷനിൽ. നല്ല സെലക്ഷനാണ്. അത് ആരാണ് അതിൻ്റെ ശില്പി എന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും നല്ല സെലക്ഷൻസ് ആണ് അവരുടെ തമിഴ് പാട്ട്. പ്രത്യേകിച്ചും തമിഴ് പാട്ടിന് പ്രത്യേക സമയം അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സൺഡേയ്സിൽ രാത്രി മഞ്ജുഷ അതിൽ ഹിന്ദിയും തമിഴും മാറി പഴയ സോങ്സ് ആണ്. വളരെ ഇഷ്ടമാണ്. പിന്നെ നാവൽ പാരായണം ഞാൻ മുടങ്ങാതെ കേൾക്കുന്നതാണ്. ഈ FM സ്റ്റേഷൻ്റെ പ്രോഗ്രാമിൽ ഏറ്റവും അതിൽ ശ്രദ്ധിക്കുന്നത്, എനിക്ക് രാവിലെ തൊട്ട് ഇഷ്ടം, എല്ലാ പ്രോഗ്രാമും ഇഷ്ടമാണ്. ഈ മലയാളം നോവൽസ് വായിക്കുന്നതിന് ക്ഷമയില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ വായിക്കുന്നതിനേക്കാളും ലിസൺ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ അതൊക്കെ ഇട്ടിട്ട് നോവൽ പാരായണ സമയത്ത് ആ മ്യൂസിക് കേട്ട ഉടനെ ഞാൻ ഓടി അവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കും, ശ്രദ്ധിച്ച് കേൾക്കും. ഇത് നാർണിപ്പുടവ, പിന്നെ നിലം പൂത്ത് മലർന്ന നാൾ, അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ദ്രാവിഡ ലാംഗ്വേജിൻ്റെ ഒരു വിവരണമായിരുന്നു. അത് നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിനെ കുറിച്ച് അവരുടെ തിണയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. ഒരു സ്ഥലത്തിന് അതൊരു ഇക്കോളജിയാണ്. ഒരു ഫോർ എക്സാമ്പിൾ മുല്ലൈ എന്ന് പറയുന്ന സ്ഥലത്ത് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലയും ചേർന്ന സ്ഥലമാണ്. അവരുടെ ദൈവം തന്നെ വേറെയാണ്, മുരുകനാണ് അവരുടെ ദൈവം. അതേസമയം നെയ്തൽ എന്ന് പറഞ്ഞാൽ കടലിന് ചേർന്നുള്ള സ്ഥലമാണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്, സംഘം പീരീഡിൽ. പക്ഷേ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോവലാണ് നീലം പൂത്ത് മലർന്ന നാൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നാരണിപ്പുടവ, നമ്മുടെ സാറ ജോസഫിൻ്റെ നോവൽ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം. അതും അവരുടെ ആ കടപ്പുറത്ത് ആ ഏരിയയിൽ താമസിക്കുന്നവരുടെ ജീവിത രീതി, പിന്നെ അവരുടെ ബിലീഫ്സ്, അവരുടെ ടാബൂസ്, അതൊക്കെ ഉണ്ട് അതിൽ വരുന്നുണ്ട്. നല്ലൊരു നോവലായിട്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എനിക്ക് ആസ്വദിച്ച് കേൾക്കുന്ന ഇത് നോവൽ പാരായണമാണ്. പിന്നെ അതുകൂടാതെ യുവാണി, കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഞാനൊന്നും മിസ് ചെയ്യാതെ. അതെ. പിന്നെ 2 നേരം രാവിലെയും അത് മിസ് ചെയ്ത പ്രോഗ്രാം വീണ്ടും വൈകുന്നേരം വന്ന് കേൾക്കാം. അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാം. പാട്ടുകളിൽ പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? പഴയ പാട്ടുകളാണ് എനിക്കിഷ്ടം. അതായത് മെലഡീസ് ഇഷ്ടമാണ്. ഭാഷ തമിഴാണോ? മദർ ടങ് മലയാളമാണ്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിച്ചത് തമിഴിലാണ്. എൻ്റെ 3 ചേച്ചിമാരും അവരൊക്കെ മലയാളത്തിൽ. അതായത് നമ്മുടെ തമിഴ്നാടിനോട് ജോയിൻ ചെയ്തതിന് ശേഷം ജോലി കിട്ടണമെങ്കിൽ തമിഴ് പഠിക്കണമെന്നുള്ള അവസ്ഥയായിപ്പോയി. അപ്പോൾ 3 ചേച്ചിമാരും മലയാളത്തിൽ പഠിച്ചു. എൻ്റെ ചേട്ടൻ, ഞാൻ, എൻ്റെ അനിയത്തി, നമ്മൾ 3 പേരും തമിഴിലാണ് പഠിച്ചത്. അതെ. അപ്പോൾ ഒന്നാമത് നല്ല ടീച്ചേഴ്സ് ഉണ്ടാവില്ല. മലയാളം മീഡിയം പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് കുറവായിരുന്നു അന്ന്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അത് കാരണം ഈ എളുപ്പത്തിന് തമിഴ് മീഡിയം അത് പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള വിശ്വാസം പേരൻസിനുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിൽ ജോലി കിട്ടാനായിരിക്കും അങ്ങനെ കൊണ്ട് ചേർത്ത്. ഇപ്പോഴും ഉണ്ടോ തമിഴ്നാട്ടിലെ വീട്? ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് മൂത്ത ചേട്ടനും താമസിക്കുന്നുണ്ട്, ചേച്ചിയൊക്കെ അടുത്ത് താമസിക്കുന്നുണ്ട്. എൻ്റെ കരിയറിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്തത് അച്ഛനും അമ്മയ്ക്ക് ശേഷം ചേച്ചിയാണ്, മൂത്ത ചേച്ചി. എനിക്ക് ചെറിയ വയസ്സിൽ എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചിയാണ് ആ റോൾ ഏറ്റെടുത്ത് എന്നെ ഒന്ന് SSLC കഴിഞ്ഞിട്ട് എന്നെ പഠിക്കാൻ, ഇവന് മാർക്ക് കിട്ടി അവനെ പഠിപ്പിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞത് ചേച്ചിയാണ്. ജോലി ഉണ്ടായിരുന്നു? ഇല്ല, ചേച്ചിക്കും കുറച്ച് ദിവസം ഒരു കോടതിയിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, ഒരു ട്രാൻസ്ലേറ്റർ. ആ ജോലി കിട്ടി. പക്ഷേ ചേച്ചി ഹിന്ദിയാണ് പഠിച്ചത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഹിന്ദിക്കെതിരെ ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ചേച്ചിക്ക് ഒരു നല്ല ഗവൺമെൻറ് ജോലി കിട്ടിയില്ല. അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങി, ഹിന്ദി വിദ്യാലയം. അങ്ങനെ ടീച്ചറും കൂടെയാണ് എൻ്റെ ചേച്ചി. എന്നെ വിശാരദ വരെ പഠിപ്പിച്ചു. ഹിന്ദി പ്രചാര സഭയുടെ വിശാരദ പൂർവാർത്ഥ വരെ പാസ്സായി. അത് ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രകൃതി സംരക്ഷണമാണ്. അതായത് നമ്മുടെ ഈ ഭൂമി നമുക്ക് മാത്രം ഉള്ളതല്ല. അപ്പോൾ കഴിവതും നമ്മുടെ ഭാഗത്തു നിന്നും കാർബൺ ഫുട് പ്രിന്റ്സ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഞാൻ പണ്ട് കാർ ഉപയോഗിച്ചിരുന്നു, അതൊക്കെ നിർത്തി. ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യത്തിൻ്റെ സ്കൂട്ടർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ കാർ ഉപയോഗിക്കുന്നില്ല. കഴിവതും പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അതെ. പിന്നെ പ്ലാസ്റ്റിക് അതൊരു നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അത് കഴിവതും വേണ്ടെന്ന് വെക്കും. നോ പറയുക, റെഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഞ്ചി കൊണ്ടുപോകും. ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് അതിൽ വാങ്ങിച്ചു കൊണ്ടുവരും. അവർ റാപ്പ് ചെയ്ത് തരുന്ന സാധനം അങ്ങനെ അവർക്ക് തന്നെ കൊടുത്തിട്ട് വരും. ഞാൻ വീട്ടിൽ കൊണ്ടുവരാറില്ല. അത് കാരണം ഞങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്നാലും സീൽഡ് പാക്കറ്റുകൾ ഉണ്ടാവില്ല. അതെ, അത് കഴിവതും ഒഴിവാക്കാൻ നോക്കും. അതെ. പിന്നെ വഴിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കണ്ടാലും ഞാനത് നമ്മുടെ വീട്ടിൽ ആഴ്ചയ്ക്കൊരിക്കൽ അവരെ ഒന്ന് കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ പെറുക്കിയെടുത്ത് വെച്ചിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ വഴിയിൽ അങ്ങനെ ഇടാൻ പറ്റും. ബിക്കോസ് TM4-ലിരിക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു പ്രോജക്റ്റ് കിട്ടിയതാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റായിരുന്നു.
കടലിൻ്റെ തീരപ്രദേശത്തും കടലിലും കടൽ അടിത്തട്ടിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ടെന്ന് അങ്ങനെ ഒരു സ്റ്റഡി നടത്താൻ പറ്റി. അതൊരു ജേണൽ ഓഫ് പൊല്യൂഷൻ ബുള്ളറ്റിൻ അതിൽ പബ്ലിഷ് ചെയ്തിരുന്നു. മെറൈൻ പൊല്യൂഷൻ ബുള്ളറ്റിനിൽ പേപ്പർ പബ്ലിഷ് എന്തുമാത്രം കണ്ടെത്തി? അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ഗോവ കർണാടക കോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്. അതേസമയം ഏറ്റവും കുറവ് ഒറീസയാണ്, ഒഡീഷ കോസ്റ്റിലാണ് ഏറ്റവും കുറവ്. ആൻഡമാൻസിലും മോശമൊന്നുമില്ല, അവിടെയും ഈ വേസ്റ്റ് കണ്ടമാനമുണ്ട്, ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ട്. പിന്നെ മീനിൻ്റെ ആവാസ സ്ഥലമായ കടലിൻ്റെ അടിത്തട്ടിലും പ്ലാസ്റ്റിക്സ് ഉണ്ട്, അടിഞ്ഞുകൂടി. അതിൽ നമ്മുടെ മിൽക്ക് പാക്കറ്റിന് സാഷേ ഉണ്ട്, ടയറുകളുണ്ട്, ഉപേക്ഷിച്ച വലകളുണ്ട്, അങ്ങനെ കണ്ടമാനം പ്ലാസ്റ്റിക് ഉണ്ട്. അതൊക്കെ നമുക്ക് നീക്കം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്ത വഴികൾ, അത് മീൻ പിടിക്കുന്നവർ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഫിഷിംഗ് ഫോർ പ്ലാസ്റ്റിക്സ്. മീൻ പിടിക്കൽ മാത്രമല്ല, നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി നമ്മുടെ കടലിനെ ക്ലീനാക്കാൻ കടൽ വല ഉപയോഗിച്ച് നമ്മൾ ആ അരിച്ചു പിറക്കി കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ആ കടൽ തട്ടിലുള്ള അടിത്തട്ടിലുള്ള പ്ലാസ്റ്റിക് ഒരു ട്രോളേഴ്സ് അവർക്കൊരു നിർദ്ദേശമാണത്, സജഷനാണത്. അത് എത്രമാത്രം ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിന് ഇവർ തന്നെ മുന്നോട്ട് വരണം. വോളണ്ടിയർ ചെയ്യുകയാണെങ്കിൽ ട്രോൾ ഓണേഴ്സ്, ട്രോൾ ഓപ്പറേറ്റേഴ്സ് അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഈ എറണാകുളത്ത് വന്നിട്ട് എത്ര കൊല്ലമായി? എറണാകുളത്ത് വന്നിട്ട് ഒരു ഏകദേശം 40 കൊല്ലം. സ്വന്തം നാട്ടിലേക്കാൾ കൂടുതൽ ഇവിടെ അല്ലേ ജീവിക്കുന്നത്? അതാണ് ഏറ്റവും. ഞാൻ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റഡി ടൂർ വന്നിരുന്നു ആദ്യമായിട്ട് എറണാകുളം. ശരി. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ കൊച്ചിയുടെ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാസർഗോഡ്, അപ്പോൾ എനിക്ക് ജോലി കിട്ടി ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഒരു ജോലി കിട്ടിയാൽ കൊച്ചിയിൽ, ഒരു എറണാകുളത്ത് കിട്ടിയാൽ വളരെ നന്നായിരിക്കും. അത്രയ്ക്ക് നല്ല സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു പട്ടണമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ARS കിട്ടി, ഓർഡർ വന്നപ്പോൾ തന്നെ അതിലുണ്ടായിരുന്നു CMFR എന്ന്. അപ്പോൾ CMFRയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെയല്ലോ ഒരു ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനൊരു ശരിക്കും ആരോടാണ് നന്ദി പറയണമെന്നറിയില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കൊച്ചിയിൽ വർക്ക് ചെയ്യാൻ. സാധാരണ എല്ലാവരും റിട്ടയർമെൻറ്റ് ലൈഫ് അല്ലെങ്കിൽ ജീവിത സായാഹ്നം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇരിക്കും. പലപ്പോഴും ഞങ്ങൾ ഇത്രയും കാലം ജോലി ചെയ്തതല്ലേ, ഇനി കുറച്ച് കാലം വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേരങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടുകയും അല്ലേ, വയ്യാതാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകളോട് സാർ എന്ത് പറയും? എനിക്ക് പറയാനുള്ളത്, നമ്മൾ റിട്ടയർഡായി പക്ഷെ ടയർഡല്ല, ജീവിതത്തിൽ നമ്മൾ ടയർഡല്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക, യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇന്ന് കഴിഞ്ഞു, ഇനി നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അതിൽ നമുക്കിഷ്ടമുള്ളത് വായിക്കാം, നടക്കാം, സിനിമ കാണാം, ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാം. ഇപ്പോൾ എനിക്ക് ചങ്ങമ്പുഴയിൽ പാർക്കിൽ സീനിയർ സിറ്റിസൺ ഫോറത്തിൽ ജോയിൻ ചെയ്തതിനു ശേഷം 21 ഓഗസ്റ്റിൽ റിട്ടയർ ചെയ്തു. നവംബറിൽ ഞാനവിടെ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങി, എല്ലാ ദിവസവും പോകാൻ തുടങ്ങി. അവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, ധാരാളം പരിചയക്കാരുണ്ട്, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു ഉച്ചയായി കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ നമുക്ക് പർപ്പസ് ഉണ്ട്. ഒരു ഈവനിങ് ആയാൽ ഓക്കെ അങ്ങോട്ട് പോകണം. അതുപോലെ രാവിലെ നമുക്ക് അപ്പോൾ എപ്പോഴും ഒരിക്കലും ബോറടിക്കില്ല, സമയം കിട്ടാതെ വരുന്നു എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക വീടുകളിലും പ്രായമായവർ മാത്രമേ ഉള്ളൂ അല്ലേ. മക്കളൊക്കെ വിദേശ രാജ്യത്താണ്, പല കാലത്തും വന്നെങ്കിലായി. അപ്പൊ അവര് ഒറ്റപ്പെട്ടിരിക്കുക, പലർക്കും സംസാരിക്കാൻ പോലും ആളില്ല. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെയുള്ള കൂട്ടായ്മകളിലൊക്കെ വന്ന് ചേരാവുന്നതേ ഉള്ളൂ. അതാണ്, നമ്മൾ ഒരു ദിവസം പോയില്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കും എന്താ പറ്റി. അങ്ങനെ ഒരു കെയറിങ് ഉണ്ട്. നമ്മുടെ ഈ കൂട്ടുകാരിൽ കെയറിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ വെൽഫെയർ അന്വേഷിക്കുന്നവരുണ്ട്. അതൊരു വിധത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനേക്കാളും കൂടുതൽ ഈ കൂട്ടുകാരുടെ അവരുടെ ഒരു കെട്ടുറപ്പുള്ള ഒരു സുഹൃത്ത് ബന്ധമുണ്ട്. അത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ. പഠിക്കണം, പാട്ട് പഠിക്കണം, അല്ലെങ്കിൽ നൃത്തം പഠിക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പല കാര്യം കൊണ്ട് വിട്ടുപോയിട്ടുണ്ടാവുക, നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്കിപ്പം ഇപ്പോൾ പ്രാവർത്തികമാക്കാം, ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പറ്റുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിന് നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. അസുഖമോ അല്ല നമ്മുടെ പേഴ്സണൽ ഒന്നും നമുക്ക് എതിരല്ല. നമുക്ക് യെസ് ഐ ക്യാൻ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്തു വരുന്ന ആത്മസഖി ആകാശവാണി എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ പി കലാധരനാണ്. അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും റേഡിയോയുടെ ഇഷ്ടത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് ധാരാളം സംസാരിച്ചു. താങ്ക് യു സർ. താങ്ക് യു.
എനിക്ക് ആകാശവാണി 90 ഇയേഴ്സ് ആഘോഷിക്കുന്ന സമയത്ത് ശരിക്കും നല്ലൊരു മീഡിയമാണ് ആകാശവാണി. അത് പവർഫുൾ മീഡിയമാണ്. അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ, എനിക്ക് ശ്രോതാക്കളോട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രോതാക്കൾക്കും നിലയത്തിലെ അംഗങ്ങൾക്കും വളരെ വളരെ നന്ദി. നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് പങ്കെടുത്തത് ഡോക്ടർ പി കലാധരൻ. നിർവഹണം ലൗലി, സഹായം KV ലീല. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.